ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി പിസ്ത മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. എഗ്ലെസ് മുട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു അടിപൊളി കേക്ക് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം പിസ്ത കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബൗൾ എടുത്ത് വെച്ചിന്. ഇതിലേക്ക് അരക്കപ്പിൻ്റെ കപ്പിൽ 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി അരക്കപ്പ് നല്ല കട്ടത്തൈര്, പുളിയില്ലാത്ത തൈരില്ലേ, കട്ടത്തൈര്. ഞാൻ ഇപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ടത്തൈര് എടുക്കുക, അരക്കപ്പാണ് കേട്ടോ. ഇനി അരക്കപ്പ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കപ്പിൻ്റെ അളവ് 250 ml ഒരു കപ്പിൽ 3/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നിനും തണുപ്പുണ്ടാവാൻ പാടില്ല കേട്ടോ. പാലിനായാലും തൈരിനായാലും തണുപ്പുണ്ടാവാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലുള്ള തൈരും പാലും വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനേ. ഇനി ഇത് നമുക്ക് ഈ ഓയിലും പാലും തൈരും എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സാക്കി വെക്കാം. ഇനി അത് സൈഡിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1/4 കപ്പ്, അതായത് ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml, ഇതിൽ ഒരു കപ്പും പ്ലസ് 1/4 കപ്പും കൂടി മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ച് മാറ്റിയിട്ട് വെക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് ആക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു 2 വട്ടം ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇനി നമ്മളെ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ഇല്ലേ, തൈര് പാല് മിക്സ്, അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് മിക്സ് ആക്കാം. ഇനി പിസ്ത ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ടൈഗറിൻ്റെ പിസ്ത എസൻസ് ആണ് കേട്ടോ. അപ്പോൾ അതൊരു 2-3 ഡ്രോപ്സ് നമ്മൾ ഒഴിച്ചു കൊടുത്തിന്. ഇനി ഇതൊന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് നമ്മൾ വിസ്കോട് ഒന്ന് മെല്ലെ ഓവർ മിക്സ് ചെയ്യരുത്, പതിയെ ഒന്ന് മിക്സാക്കിയിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. എല്ലാം കൂടി പതിയെ മിക്സാക്കിയിട്ട് എടുക്കാം. കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ബാറ്ററായിട്ട് നമുക്ക് കിട്ടിനെ. ഇനി ഈ ബാറ്ററിലേക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് പിസ്ത ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുത്ത ശേഷം ഞാനൊരു സ്ക്വയർ കേക്ക് ട്രേ എടുത്ത് വെച്ചിന്. ഇതിലേക്കൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്ത് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഓയിൽ ബ്രഷ് ആക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ മിൽക്ക് കേക്ക് ഈ ട്രേയിൽ തന്നെയാണ് സെറ്റാക്കുന്നത്. പിന്നെ നമ്മളെ ബാറ്റർ ഈ മോൾഡിലോട്ട്, കേക്ക് ട്രേയിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് മറ്റുണ്ടെങ്കിൽ ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കുക. ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി 10 മിനിറ്റ് ഞാൻ ഒരു അടികട്ടിയുള്ള പാത്രം 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിന്. ഇതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചിട്ട് നമ്മൾ കേക്ക് ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 35 മിനിറ്റ് കൊണ്ട് നമുക്കിതെന്തായാലും ബേക്കായി കിട്ടും. 35-40 മിനിറ്റ് അതിനുള്ളിൽ ബേക്കായി കിട്ടും. അതുവരെ ഒന്ന് അടച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഞാൻ തുറന്നിരിക്കുന്നത്. ഇത് ഒരു കത്തി വെച്ചിട്ട് നടുക്കൊന്ന് കുത്തി വെക്കുമ്പോൾ ഇതാ കേക്കൊന്നും ഒട്ടിപ്പിടിക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളെ കേക്ക് കിട്ടീനെ. ഉൾഭാഗമെല്ലാം കുക്കായിട്ട് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടെ ഇത്. ഇനി ഈ കേക്ക് നമുക്കൊരു മിൽക്ക് സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പാല്, ഇത് ഞാൻ തിളപ്പിച്ചാറിയ പാലാട്ടാ, തിളപ്പിച്ച് ചൂടാറിയ പാലാട്ടാ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മേഡ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പിസ്ത എസെൻസ് ഞാൻ ഒരു 2 ഡ്രോപ്പ് ഒന്ന് ഉറ്റിച്ചു കൊടുത്തിന്. എന്നിട്ട് ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച കേക്കില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കേക്കിൽ ഈ മിൽക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേക്കിൽ ഫുള്ളൊന്ന് കത്തി വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിൽക്ക് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാട്ടോ. മുട്ടയൊന്നും ഇല്ലാഞ്ചെങ്കിൽ നമ്മളെ കേക്ക് ഹാർഡൊന്നും ആവില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മളെ മിൽക്ക് ഫുള്ളായിട്ട് കുടിക്കും കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് മിൽക്ക് ഞാൻ മാറ്റി വെച്ചിന്, കാരണം നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ ടൈം കൊണ്ട് നമ്മൾ ക്രീം ഒന്ന് അടിച്ചെടുക്കാൻ. ഇപ്പോൾ 1 കപ്പ് ക്രീം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിന്. ക്രീം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അര കപ്പ് ഓർ 3/4 കപ്പ് അങ്ങനെ എടുക്കാം കേട്ടോ.
ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ കേക്കിനെല്ലാം സ്റ്റിഫ് ബീറ്റ് ആവുന്നവരെ അങ്ങോട്ട് ബീറ്റാക്കി കൊടുക്കാം. ഇതാ നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടീന്. ഇനി ഇത് നമ്മളെ കേക്കിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന ടൈം മിൽക്ക് മേഡോ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയോ ചേർത്തിട്ട് ബീറ്റ് ചെയ്യണം. ഇനി ക്രീമെല്ലാം നമ്മൾ കേക്കിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തതിനെല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കാം. എല്ലാ ഭാഗത്തും നല്ല ലെവലാക്കിയിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോസിൽ വെച്ചിട്ട് അങ്ങനെയും വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് മേൾഭാഗത്ത് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ലെവലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. സൈഡ് ഭാഗത്തിലായത് ഞാൻ ഒരു ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് കട്ട് ചെയ്തത് ഒന്ന് മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കുക, ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. കേക്ക് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1.5 മണിക്കൂർ കുറഞ്ഞ ടൈമാണ്. ഒരു 3 മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്ത് കിട്ടും നമ്മളെ കേക്ക്. അപ്പോൾ ഇത് കേക്ക് തണുത്ത് കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഞാൻ 1.5 മണിക്കൂറിന് ശേഷം കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റുമാണ്. പിസ്ത ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്യും, മസ്റ്റ് ട്രൈ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പം ഞാൻ കട്ട് ചെയ്തതൊന്നും എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിന്. ഇനി നമ്മൾ നേരത്തെ മാറ്റിയിട്ട് വെച്ചിട്ടില്ലേ കുറച്ച് മിൽക്ക്, അതിങ്ങനെ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മിൽക്ക് ഇതിൻ്റെ സൈഡിലേക്കൊന്ന് ഒഴിച്ചിട്ട് അതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എഗ്ലെസ് മുട്ടേൻ്റെ കേക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ഒഴിവാക്കണമെങ്കിൽ വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ വാനില കേക്ക് നമുക്ക് ഇങ്ങനെ ഏത് കേക്ക് വേണമെങ്കിലും ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.